السلام عليكم ورحمة الله وبركاته. حديث قادم وعن أمير المؤمنين أبي حفص عمر بن الخطاب رضي الله عنه أنه قال: سمعت رسول الله صلى الله عليه وسلم يقول: إنما الأعمال بالنيات وإنما لكل امرئ ما نوى، فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله، ومن كانت هجرته لدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. متفق عليه. മഹാന്മാരായ സഹീഹ് ബുഖാരി, മുസ്ലിം രണ്ട് മുഹദ്ദിസുകളും മുത്തഫഖ് അലൈഹിയായി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. മഹാനവറുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു: ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ഉദ്ദേശങ്ങൾക്കനുസൃതമായാണ്. ഓരോ വ്യക്തിക്കും താൻ ഉദ്ദേശിച്ചതെന്തോ അത് മാത്രമാണ് ലഭിക്കുക. ആരുടെയെങ്കിലും പാലായനം അള്ളാഹുവിങ്കലേക്കും അവന്റെ ദൂതങ്കലേക്കുമാണെങ്കിൽ അവന്റെ പാലായനം അള്ളാഹുവിലും അവന്റെ റസൂലിലും എത്തിച്ചേരും. ഐഹിക നേട്ടത്തിന് വേണ്ടിയാണ് ഒരാളുടെ ഹിജ്റയെങ്കിൽ അത് അവന് ലഭിക്കും. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഒരാളുടെ ഹിജ്റയെങ്കിൽ അവനെ അവൾക്ക് വിവാഹം ചെയ്യാം. ചുരുക്കത്തിൽ എന്തിനു വേണ്ടിയാണോ ഒരാൾ ഹിജ്റ ചെയ്യുന്നത് അത് മാത്രമാണ് അവന് ലഭിക്കുക. ഇതാണ് ഈ ഹദീസിന്റെ സാരം. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ഹിജ്റ ചെയ്യുക എന്നത് വളരെയധികം ത്യാഗപൂർണമായ പ്രവർത്തനമാണ്. അതുപോലും ഉദ്ദേശശുദ്ധിയുടെ അഭാവത്തിൽ നിഷ്ഫലമായി തീരും. പേരിനും പ്രശസ്തിക്കും മറ്റു ഭൗതിക താൽപര്യങ്ങൾക്കും വേണ്ടിയാണ് ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ പരലോകത്ത് അവന് യാതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട ഒരു വ്യക്തി സുന്ദരിയും സമ്പന്നയുമായ ഉമ്മു ഖൈസാനെ വിവാഹം ചെയ്യാൻ വേണ്ടി ഹിജ്റ ചെയ്ത കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ആ ലക്ഷ്യത്തോടുകൂടി, താൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ വിവാഹം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സൂചിപ്പിച്ചതാണിത്. ഹിജ്റ പോലെ തന്നെയാണ് എല്ലാ സൽക്കർമ്മങ്ങളും. ഏതുദ്ദേശത്തോടെയാണോ അത് ചെയ്യുന്നത് ആ ഉദ്ദേശം മാത്രമേ അതുമൂലം അവന് ലഭിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഈ ലോകത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ ചെറുതും വലുതുമൊക്കെ ഉണ്ടാകാം. ചെറുതായാലും വലുതായാലും അള്ളാഹുവിന്റെ അടുക്കൽ അതിന്റെ പ്രതിഫലം സ്വീകരിക്കപ്പെടുന്നത് അവന്റെ ആത്മാർത്ഥതയ്ക്കും ഇഖ്ലാസിനും അനുസരിച്ചാണ്. ഹൃദയശുദ്ധിയോടെ അള്ളാഹുവിന്റെ പൊരുത്തവും അവന്റെ തൃപ്തിയും കാക്ഷിച്ചുകൊണ്ട് നാം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പാരത്രിക ലോകത്ത് അത് ഉപകാരപ്പെടുക. ഭൗതികമായ താല്പര്യങ്ങൾ ഇന്നിപ്പോ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പലരും പല പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അവന്റെ പേരും പ്രശസ്തി, പൊങ്ങച്ചം, ഭൗതികമായ ലാഭങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ, ഇങ്ങനെ പല ചിന്തകളും പല ലക്ഷ്യങ്ങളും പലരുടെയും കർമ്മത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുകൂടുന്നു. അത്തരം ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ അവന്റെ പ്രവർത്തനങ്ങൾ എത്ര വലുതായാലും എത്ര ത്യാഗപൂർണമായതായാലും അള്ളാഹുവിന്റെ അടുക്കൽ അതിന് യാതൊരു ഫലവും ലഭിക്കുന്നില്ല. നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ അവന്റെ കർമ്മങ്ങളുടെ ലിസ്റ്റ് ശൂന്യമായി അവൻ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി നാം കാണേണ്ട ഒരു വിഷയമാണ്. അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിത്വാഅത്തിൻ ഇല്ല തഖറബ മിൻ ഇലാഹിക ദിൽ കലാം. നീ മുഖ്ലിസാകണം, നിഷ്കളങ്കനാകണം. എന്താണ് ഇഖ്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാ തുരീദ ബിത്വാഅത്തിൻ ഇല്ല തഖറബ മിൻ ഇലാഹിക ദിൽ കലാം. നിന്റെ ത്വാഅത്ത് കൊണ്ട്, നിന്റെ ആരാധന കൊണ്ട്, നിന്റെ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അവന്റെ പൊരുത്തം നേടുക, അവന്റെ തൃപ്തി ലഭിക്കുക എന്നത് മാത്രം കർമ്മങ്ങൾ കൊണ്ട് ലക്ഷ്യം വെക്കുക. അതാണ് ഇഖ്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ. പരിശുദ്ധ ഖുർആനും പറയുന്നത് തന്നെയാണ്. അല്ലാഹു തആല കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് കർമ്മങ്ങൾ നിഷ്കളങ്കമായി, നിസ്വാർത്ഥമായി, ഭൗതികമായി യാതൊരു അപേക്ഷയുമില്ലാതെ ചെയ്യുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
വളരെ നിഷ്കർഷയോടെ നമ്മെ ഉത്ബോധിപ്പിച്ച അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരവധി ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ച ഈ മഹത്തായ ആത്മീയ ഗുണം സ്വാംശീകരിക്കാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.